ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കാത്തിരുന്ന ഓണപരീക്ഷ നമ്മളുടെ തൊട്ട് അടുത്ത് എത്തി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ടെൻഷനൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ടെൻഷൻ്റെ ഒക്കെ ആവശ്യം എന്താണ്? നമ്മൾ നല്ല അടിപൊളിയായിട്ട് അല്ലെ മലയാളം ഫസ്റ്റും സെക്കൻഡും പോട്ടെ എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യും, സൈലത്തിന്റെ കൂടെ നമ്മൾ തകർത്ത് സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും അല്ലടാ. യെസ്. അപ്പം നമുക്ക് മലയാള സെക്കൻഡിൽ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഏതായിരുന്നു? മണൽ കൂനകൾക്കിടയിലൂടെ അല്ലെ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, ആ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം മലയാളത്തിൽ നമ്മുടെ പാറ്റേൺ അടിമുടി എന്ത് ചെയ്തതാണ്, മാറിയിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ ആവണ്ട അല്ലെ. പാറ്റേൺ ഒക്കെ മാറിക്കോട്ടെ, നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്, വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെ, നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മലയാളം സെറ്റ് ആക്കണം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗത്തിന്റെ കോണ്ടന്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം മക്കൾ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടീച്ചർ അത് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത്തരം വീഡിയോസ് ടീച്ചർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു പാഠഭാഗം അല്ലെ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ന് പറയുന്ന പാഠഭാഗം ഓൾറെഡി ടീച്ചർ പറഞ്ഞു, അത് ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ ആ നോവലിലുള്ളൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. നമുക്കറിയാം ഈ ഒരു നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? യാത്രകളെ കുറിച്ചുള്ളതാണ് അല്ലെ. സഞ്ചാര സാഹിത്യം അല്ലെ, ഒരുപാട് തരത്തിലുള്ള യാത്രകൾ. ഇപ്പോൾ ആദ്യത്തെ അല്ലെ ഒരു യാത്രയെ കുറിച്ച് സുജാത ദേവി എന്ത് ചെയ്തിരിക്കണം, ഒരു കത്തിന്റെ രൂപത്തിൽ എഴുതിയ യാത്രാ വിവരണമാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ ശാന്തിനികേതനത്തിലേക്ക് SK പൊറ്റക്കാട് നടത്തിയ യാത്രയെ കുറിച്ച് പഠിച്ചു. പിന്നെ എന്താണ്, ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്ര അല്ലെ, പിന്നീട് അതൊരു സ്മാരകമാകുന്ന യാത്രയെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ മൂന്നാമത്തെ നമ്മളുടെ പാഠഭാഗമാണ് ആടുജീവിതം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ നജീബ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതം പടുത്തുയർത്താൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ് അല്ലെ. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അയാള് മറ്റാരുടെയോ വിധിയിലേക്ക് അദ്ദേഹം അങ്ങ് നടന്ന് കയറി ചെല്ലുമായിരുന്നു അല്ലെ. ഒരു അർബാബ് അവിടെ ഉണ്ടായിരുന്നു. അർബാബ് മുതലാളി അല്ലെ, അറബിയായിട്ടുള്ള അർബാബോ അർബാബിന്റെ എന്താണ് അടുത്തേക്ക് പോകുന്നു, തന്റെ മുതലാളിയാണ് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ എന്ത് ചെയ്യാണ്, ജീപ്പില് അല്ലെ, ജീപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ജാമ്പവാന്റെ കാലത്തുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു വണ്ടി അല്ലെ, കറുത്ത പുക ഇങ്ങനെ പിന്തള്ളിക്കൊണ്ട് പോകുന്നൊരു വണ്ടിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു പാഠഭാഗത്തില്. അതൊക്കെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരുപാട് വേവലാതിയുണ്ട്, ആവലാതിയുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ നജീബ് ശ്രമിക്കുന്നുണ്ട് അല്ലെ. എൻ്റെ അർബാബ് അല്ലെ ഉപദ്രവിക്കൊന്നുമില്ലായിരിക്കും, എൻ്റെ ഭാവി ശോഭനമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാളിപ്പോകുന്നുണ്ട് മനസ്സയ്യോ ഇതെങ്ങോട്ടാണ് പോകുന്നത്. പിന്നീട് ടൗണ് വിട്ട് അല്ലെ നിരത്തിലേക്ക് കയറുന്നതും അവിടുന്ന് പിന്നീട് മണലാരണ്യങ്ങളിലൂടെ അല്ലെ, മണൽ കൂനകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നതും ഒക്കെ എന്ത് ചെയ്യാണ്, ആ യാത്രയിൽ ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തിരിച്ചറിയാണ് അല്ലെ. അപ്പൊ ആ യാത്ര അദ്ദേഹത്തിന്റെ ചിന്തയും അല്ലെ, അദ്ദേഹത്തിന്റെ മാനസിക വിചാരങ്ങളും അല്ലെ, വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നജീബ് ആ യാത്ര ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു യാത്രയുടെ അല്ലെ വിവരണം അല്ലെങ്കിൽ ആ യാത്രയുടെ അനുഭവമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു ചാപ്റ്റർ എന്താന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാലോ, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലെ. വായിക്കണം നിർബന്ധമായിട്ടും. എന്താണ്, നമ്മൾ 1, 2, 3 തവണ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാ ചാപ്റ്ററുകളും വായിക്കണം. കാരണം നമുക്ക് ചിലപ്പോൾ അവിടുന്ന് ഉൾഭാഗത്തു നിന്നൊക്കെയുള്ള സംഭാഷണ ശകലങ്ങളായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയോഗങ്ങളാവാം അല്ലെ. അപ്പൊ ടെക്സ്റ്റിൽ എവിടെയൊക്കെ ആരോട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാണ്. അപ്പൊ ആദ്യം നമ്മളുടെ ഒരു ലാംഗ്വേജ് അല്ലെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം നമ്മൾ സെറ്റാക്കി വെക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പാഠഭാഗമാണ്. ഓക്കെ, പാഠഭാഗത്തെ കുറിച്ചുള്ള കൃത്യമായൊരു ഐഡിയ, കഥയാണോ കവിതയാണോ നോവലാണോ എന്നൊക്കെ ഉള്ളത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവണം. ഓക്കെ, പിന്നെ അതിനോടൊപ്പം തന്നെ പ്രവേശകം ഉൾപ്പെടെ ആരെഴുതി അല്ലെ, എന്താണ് അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രത്യേകതകൾ, അതുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന് പറയുന്ന മലയാള നോവലിലെ വളരെ പ്രസക്തമായ നോവലാണ്. അപ്പൊ ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ അല്ലെ, ഈ ആടുജീവിതം പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മലയാളത്തിലെ അല്ലെ മലയാളം കണ്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ടുള്ള സിനിമയായിട്ടും ഇത് മാറിയിട്ടുണ്ട് അല്ലെ.
ബ്ലസ്സിയാണ് ആ സിനിമ എന്ത് ചെയ്തിട്ടുള്ളത്, സംവിധാനം ചെയ്തിട്ടുള്ളത് അല്ലെ. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് പോവുകയാണ് ആര്, നമ്മുടെ കഥാപാത്രമായിട്ടുള്ള നജീബ്. നിങ്ങൾക്ക് അറിയാം, ടീച്ചർ കഥ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സിനിമയൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. പക്ഷെ സിനിമ നൽകുന്ന അനുഭവം വായന അനുഭവം രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞിരുന്നു അല്ലെ തുടക്കത്തില്, ഇപ്പൊ നമ്മുടെ നിഞ്ച ബാച്ചിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ടീച്ചർ നിരന്തരം മക്കളോട് പറയുന്നതാണ്, നമ്മുടെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം എന്ന് ടീച്ചർ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതാ ഇനി പോണം, വെക്കേഷനൊക്കെ വരാൻ പോവാണ്, ലൈബ്രറിയിൽ നിന്നൊക്കെ ഒരു പുസ്തകം വാങ്ങി അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എന്താണ് ഒരു പുസ്തകം നമുക്ക് വാങ്ങിച്ചൂടെ, സ്വന്തമായിട്ടൊരു പുസ്തകം വാങ്ങിയാൽ ഇപ്പം എന്താ കുഴപ്പമല്ലേ. ഓണക്കോടിയൊക്കെ തരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓണത്തിന് മാത്രമല്ലല്ലോ നമ്മൾ ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുന്ന പൈസയിൽ നിന്ന് കുറച്ചിട്ടെ നമുക്കൊരു നോവൽ വാങ്ങി വെച്ചാൽ എന്താണ് അല്ലേ, സ്വന്തമായിട്ടൊരു പുസ്തകം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വായിച്ചു തുടങ്ങാം, നിങ്ങൾക്ക് വെക്കേഷൻ അത് വായിക്കാം. ഞാൻ പറയുകയാണ്, അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കേട്ടോ, നിങ്ങളത് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഓക്കെ, അപ്പോൾ 2008 ഓഗസ്റ്റ് മാസത്തിലാണ് ആടുജീവിതത്തിന്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറങ്ങുന്നത്. 2009 കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല മലയാള നോവലിനുള്ള പുരസ്കാരം കേട്ടോ, ഏറ്റവും നല്ല മലയാള നോവലിനുള്ള പുരസ്കാരം എന്തിനു ലഭിച്ചിട്ടുണ്ട്, ആടുജീവിതത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹക്കീം എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും ആരുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളുടെ നജീബിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത് കേട്ടോ. രണ്ടുപേരും ഉണ്ട് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ. പാഠഭാഗത്തിലും ഒരു കഥാപാത്രം ആരുടെ, ഹക്കീം എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ ഇവരിങ്ങനെ വിശക്കുണ്ട്, വണ്ടിയിൽ കയറിയ സമയത്ത് തന്നെ ആരും ഉറങ്ങിപ്പോവാണ്, ഹക്കീം ഉറങ്ങിപ്പോവാണ്, ഭയം കൊണ്ട്, അയാൾക്ക് ഭയമുണ്ട്, ടയേർഡാണ്, വിശപ്പുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ മസ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രണ്ടുപേരും എത്തപ്പെടുന്നത്. 2 ആട് വളർത്തൽ കേന്ദ്രമായിരുന്നു അവിടെ. കുടിക്കാനും തിന്നാനും അല്ലെ, എന്താ പറയാ, ആടുകളെ പോലെയുള്ള ഒരു ജീവിതമായി മാറുകയാണ്. അതാണ് ആടുജീവിതം എന്ന് തന്നെ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദുരിത ജീവിതത്തിൽ നിന്ന് നജീബ് കരകയറുന്നത് അല്ലെ, അയാളുടെ ജീവിതത്തിലേക്ക് ഓടി അല്ലെ പാഞ്ഞെത്തുന്ന ഒരു കഥയാണ്. ആ ഒരു അയാൾ ജീവിച്ചിട്ടുള്ള ഒരു അതിജീവനത്തിന്റെ യാത്രയാണ് ആക്ച്വലി എന്ത്, ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, ടീച്ചർ മക്കൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ആ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതാണ് നജീബ് എന്ന് പറയുന്ന റിയൽ ക്യാരക്ടർ, ഇതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതമാണ് നമ്മളുടെ ബെന്യാമിൻ എന്ത് ചെയ്തിട്ടുള്ളത്, ആടുജീവിതം എന്ന് പറയുന്ന നോവലായി തീർത്തിട്ടുള്ളത്. ഈ നജീബിനെയാണ് ബ്ലസ്സി ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് അല്ലെ, സിനിമയുടെ ആധാരമാക്കി മാറ്റിയത്. പൃഥ്വിരാജാണ് അതിൽ അഭിനയിച്ചെന്നൊക്കെയുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ സിനിമ നമ്മളുടെ പാഠഭാഗത്തിലേക്ക് വരുന്നേ ഇല്ല, പക്ഷെ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ സിനിമയായിരിക്കുമല്ലോ നോവലിനേക്കാളും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് ടീച്ചർ ഉദാഹരണമായിട്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയായിരുന്നു ആര് ബെന്യാമിൻ. ബഹറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പത്തനംതിട്ടയിൽ പന്തളത്തിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത് കേട്ടോ. ആനുകാലികൾ, ഇപ്പോൾ മാതൃഭൂമി അതിലൊക്കെ നിരന്തരം കഥകൾ എഴുതിയിരുന്ന ആളായിരുന്നു, നോവലുകൾ എഴുതുന്നു. ബെന്നി ഡാനിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ആടുജീവിതം അല്ലെ 2009 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെക്കുക. അപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ, നമുക്ക് 5 മാർക്ക് മുതലാണ് നമുക്ക് ഷോർട്ട് എസ്സേസ് വരുന്നത്. ഓക്കെ, 5 മാർക്ക് മുതലാണ് എസ്സേകൾ വരുന്നത്. അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്ന സമയത്ത് ഇപ്പൊ 3 മാർക്ക് മുതലുള്ള ചോദ്യം, 3 മാർക്കിന് ശേഷമുള്ള, ഇപ്പൊ 4 മാർക്കിനോ 5 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെയാണ് നമുക്ക് ഷോർട്ട് എസ്സേ ഒക്കെ വരുന്നതെങ്കിൽ അത്തരം ചോദ്യങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷൻ, ആ ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു തുടക്കം നമ്മൾ എഴുതണം അല്ലെ. ആരെഴുതി, എന്താണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, കൃത്യമായ രീതിയിൽ എന്താണ് നമ്മൾ എഴുതണം, അടയാളപ്പെടുത്തണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ടീച്ചർ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, നിങ്ങൾ അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി അല്ലെ. നജീബ് പറയുന്നതാണ്, അതായത് മണിയനീച്ചയെ പോലെ, ഈച്ച എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് ഈച്ചനെ കൊണ്ട്. അതായത് നമുക്കറിയില്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ കൊതുകിന്റെ മൂളലൊക്കെ ഒരുപാട് സമയം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കടിക്കൊന്നും വേണ്ട, ആ ശബ്ദം തന്നെ ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തുന്ന ഒന്നാണ് അല്ലെ. അപ്പോൾ ഈച്ചയെ പോലെ എന്ത് ചെയ്യാണ്, മണിയനീച്ചയെ പോലെ മനസ്സിനെ ഒരു ഭീതി എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു എന്ന് പറയാണ്. ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ നമുക്ക് കണ്ടെത്താം, അല്ലെങ്കിൽ ഈ പ്രയോഗത്തിന്റെ അർത്ഥ സാധ്യതകൾ എന്ത്, ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ മക്കളെ, അപ്പൊ മണിയനീച്ച പറന്നു വന്ന് നമ്മളുടെ ചുറ്റും പറക്കുന്നത് തന്നെ, നമ്മൾ ദേഹത്തൊന്നും ഇരിക്കേണ്ട അല്ലെ, ഉപദ്രവിക്കേണ്ട. അപ്പൊ കൊതുകാണെങ്കിലും ശരി,
നമ്മൾ ഉപദ്രവിക്കൊന്നും വേണ്ട, പക്ഷെ എന്താണ്, നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര അലോസരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈച്ച, കൊതുക് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ശുഭപ്രതീക്ഷകൾക്കിടയിൽ വളരെ പോസിറ്റീവായിട്ടിരിക്കുന്ന സമയമാണ് ഇദ്ദേഹം. വീട്, കുടുംബം, ഭാര്യ, കുട്ടി ഇതൊക്കെ ഉപേക്ഷിച്ച്, നാടൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോകുന്ന എന്തിനാണ്? അദ്ദേഹത്തിന് നല്ലൊരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കുറച്ചുകൂടെ ശമ്പളമുള്ള ജോലി ഉണ്ടാവും അല്ലെ, ജീവിതം മെച്ചപ്പെടും, ഒരു വീട് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്. കാരണം സാധാരണ നമ്മൾ ഗൾഫുകാരെന്ന് പറയുമ്പോൾ, ഗൾഫിലേക്ക് പോകുന്നവരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുക അല്ലെ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതമാണ് എന്ത് ചെയ്യുന്നത് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നജീബ് എന്ത് ചെയ്യുന്നത്, യാത്രയാവുന്നത് അല്ലെ. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ആ പ്രതീക്ഷകൾക്ക്, ആ ശുഭകരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ എന്താണ്, ആശങ്കയിലാക്കുകയാണ് ആ ചിന്തകളെയൊക്കെ അല്ലെ. എന്നിട്ട് ഏതോ ഒരു അർബാബിന്റെ കൂടെ ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണു, ആ യാത്ര, അർബാബിന്റെ പെരുമാറ്റം അല്ലെ, അങ്ങനെ ഈ യാത്ര, ഈ വണ്ടി, അവസ്ഥ, വെള്ളം വേണം പോലും വേണോന്ന് ചോദിക്കാത്ത ഈ അർബാബിന്റെ സ്വഭാവം, ഇതൊക്കെ എന്ത് ചെയ്യാണ്, അകാരണമായൊരു ഭയം അല്ലെ, എന്തോ ഭീകരമായി വരാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ആരുടെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്, നജീബിന്റെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. നജീബിന് ഭയം തോന്നുകയാണ് അല്ലെ. അപ്പൊ അർബാബിൽ നിന്നും പ്രതീക്ഷിച്ച അനുഭവമൊന്നും ആയിരുന്നില്ല ആർക്കുണ്ടായത്, നജീബിനും ഹക്കീമിനും ഉണ്ടായത്. വളരെ മോശമായിട്ടാണ് അല്ലെ. ആദ്യം തന്നെ ഇവരെ കാണുന്ന സമയത്ത് എന്താണ്, ഈ ബാഗൊക്കെ വലിച്ച് ഈ വണ്ടിയുടെ പുറകിലേക്ക് ഒരു ഏറ് വെച്ച് കൊടുക്കുകയാണ് അല്ലെ, ഒന്ന് എറിയാണ് ചെയ്യണേ അല്ലെ. അപ്പൊ അങ്ങനെ എറിയുമ്പോൾ എന്ത് സംഭവിക്കണു, അച്ചാറിന്റെ കുപ്പിയൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യം എറിയുന്നത് നജീബിന്റെയാണ്. പിന്നെ ഹക്കീം വേഗം ബാഗും കൊണ്ട് ഓടിപ്പോയി വെക്കുകയാണ്. കാരണം കുപ്പി ഐറ്റംസ് ഒക്കെ കൂടുതലുള്ള ആരുടെ ബാഗിലാണ്, ഹക്കീമിന്റെ ബാഗിലാണ് എന്നുള്ളതുകൊണ്ട്. അങ്ങനെ ആദ്യത്തെ സീൻ തന്നെ ഭയങ്കര ഭീകരമായിരുന്നു. പിന്നെ എന്തായിരുന്നു, അവര് മുമ്പിലേക്ക് കയറാൻ, എവിടെ ഇരിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവില്ല, ഭാഷ മനസ്സിലാവില്ല. അപ്പൊ ഇവര് മുമ്പിലേക്ക് കയറി ഇരിക്കുന്ന സമയത്ത് അർബാബ് അലറി വന്നിട്ട് അവരെ പിടിച്ചു വലിച്ചിട്ട് എന്ത് ചെയ്യണത്, വണ്ടിന്റെ പുറകിലേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് എന്ത് ചെയ്യണു, ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു മനോവേദന അല്ലെ, ഒരു വിഷമം, ഒരു ആശങ്ക അല്ലെ, അങ്കലാപ്പ്, ആകുലത അല്ലെ, ഇതൊക്കെ അദ്ദേഹത്തിന് അകാരണമായിട്ടുള്ള ഭയമൊക്കെ വരികയാണ്. അന്ന് ആലോചിച്ചോക്കടാ, ഫോണില്ല, മൊബൈലില്ല അല്ലെ, പരിചയമുള്ള ആളുകളില്ല, പരിചയമില്ലാത്ത ഭാഷയാണ്, ഏതോ നാടാണ് അല്ലെ, എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല, ആരാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ മാത്രമായിരിക്കില്ലേ. നമ്മളൊക്കെ ആണെങ്കിലോ, ഞാനൊക്കെ ആണെങ്കിൽ സ്പോട്ടിൽ അറ്റാക്കൊക്കെ വധിച്ചത്തുണ്ടാവുമായിരുന്നു ഇല്ല, ഇദ്ദേഹത്തിന്റെ സ്വഭാവം കൂടെ കാണുമ്പോൾ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, അത്തരത്തിലുള്ള ഭയം നജീബിന്റെ ഉള്ളിൽ ഇങ്ങനെ അല്ലെ, ഇങ്ങനെ കുന്നുകൂടി അല്ലെ, ഭീകരമായ രീതിയിൽ നിൽക്കുകയാണ്. അയാൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു അല്ലെ. പക്ഷേ എങ്കിലും നജീബ് പ്രതീക്ഷ കൈവിടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പഴക്കം ചെന്നൊരു വണ്ടിയിൽ മണിക്കൂറുകളോളം നീണ്ട ആ വണ്ടിയാണെങ്കിൽ ബാക്കി എല്ലാ വണ്ടികളെയും പുറകിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ വണ്ടി പോകുന്നത്. അത്ര സ്പീഡ് കുറഞ്ഞിട്ട് അല്ലെ, അത്രയും ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. കഠിനമായിട്ടുള്ള വിശപ്പുണ്ട്, ദാഹമുണ്ട് അല്ലെ. അപ്പോൾ വണ്ടിയിലിരുന്ന് കുലുങ്ങി നടുവും ശരീരം ഒക്കെ വേദനിക്കുന്നുണ്ട്. അപ്പൊ ഭയം, അപ്പോഴൊക്കെ ഭയം കൂടുകയാണ് അല്ലെ. പൊടിപടലങ്ങൾ, പിന്നെ മണൽക്കൂനകൾക്കിടയിലൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ പൊടിപടലങ്ങൾ ഭീകരമായ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെ. ആ യാത്ര, ദുസ്സഹമായ ആ യാത്ര ഭീകരമായ രീതിയിൽ ആരെ ഭയപ്പെടുത്താൻ തുടങ്ങി, നജീബിനെ ഭയപ്പെടുത്താൻ തുടങ്ങി. മുന്നോട്ട് പോകും തോറും എന്തോ ആപത്ത് തന്നെ കാത്തിരിക്കുന്നു എന്ന് ആർക്ക് തോന്നുകയാണ്, നജീബിന് തോന്നുകയാണ്. താൻ മോഹിച്ച തരം ഒരു ജീവിതമല്ല തന്നെ കാത്തിരിക്കുന്നത് എന്ന സംശയം നജീബിനെ പിടികൂടുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മനസ്സിന്റെ ആകുലത അല്ലെങ്കിൽ ആ ഒരു ഭീതിതമായിട്ടുള്ള ചിന്തകളെയാണ് ഇവിടെ മണിയൻ ഈച്ചയെ പോലെ, അതായത് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഈ ഈച്ച ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലെ, ഭയങ്കര ഡിസ്റ്റർബഡ് ആയിരിക്കും. അപ്പൊ അതേപോലെ ഈ മണിയൻ ഈച്ച നമ്മളെ ശല്യപ്പെടുത്തുന്നത് പോലെ മനസ്സിൽ എന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള ഭീതികൾ, ആകുലമായിട്ടുള്ള ചിന്തകൾ ആരെ ഭയപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്, നജീബിനെ ഭയപ്പെടുത്തുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പാഠഭാഗവും നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാഠഭാഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കൾ, ഈ ലൈവിൻ്റെ ഈ ഒരു റെക്കോർഡിൻ്റെ താഴെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ എന്ത് ചെയ്യണം മക്കൾ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ എന്താണ് ഒരുപാട് വീഡിയോസ് ടീച്ചർ ചെയ്യാമല്ലോ, നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ നമുക്ക് എക്സാമിൻ്റെ അല്ലേ തലേ ദിവസം എന്താണ് നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് എന്താണ് നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും അല്ലേ. ഇപ്പോൾ കവിതയൊക്കെ നമുക്ക് എന്താണ് ഓരോ വരികളും കാരണം വരികൾ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം നമുക്ക് പഠിക്കണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക. നമ്മൾ മലയാളത്തിന് എന്ത് ചെയ്യും 40 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേടാ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.